എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് 8ാം ഭാവാധിപതി 7-ൽ നിന്നാൽ ദാമ്പത്യ ദുരിതം, വേർപിരിയൽ, ഡിവോഴ്സ്, പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി, ഗുളിക ദൃഷ്ടി എന്നിവ വന്നാൽ ജീവിത പങ്കാളിക്ക് അസുഖം, മാറാ ദുഃഖങ്ങൾ, മരണം എന്നിവയൊക്കെയാണ് 7-ൽ നിന്നാലുള്ള ഫലം. അഷ്ടമാധിപതി 8-ൽ നിന്നാൽ ആർക്കും ഉപദ്രവം ചെയ്യാത്തവനായിരിക്കും, ആരോഗ്യവാനായിരിക്കും, ധൂർത്തനായിരിക്കും, ധൂർത്ത കുലത്തിൽ പ്രസിദ്ധനായിരിക്കും. 8ാം ഭാവാധിപതി 9-ൽ നിന്നാൽ ആരുമായി ഒന്നിനും യോജിക്കാത്തവനും, ജന്തുഹിംസ ചെയ്യുന്നവനും, ബന്ധുജനങ്ങളുമായി സ്നേഹം ഇല്ലാത്തവന്, പൂജ്യന്മാരെ പൂജിക്കാത്തവന്, മുഖത്തിന് വൈരൂപ്യം ഉള്ളവന്, ഇങ്ങനെയൊക്കെയാണ് 8ാം ഭാവാധിപതി 9-ൽ നിന്നാലുള്ള ഫലം. 8ാം ഭാവാധിപതി 10-ൽ നിന്നാൽ രാജാവിൻ്റെ കാര്യകർത്താവ്, നീചകർമ്മങ്ങളിൽ തൽപരനായിരിക്കും. അഷ്ടമാധിപതി പാപഗ്രഹമായി നിന്നാൽ മടിയനും ക്രൂരനും, ജാതകനോ മാതാവിനോ അകാല മരണം സംഭവിക്കും. അഷ്ടമാധിപതി 11-ൽ നിന്നാൽ ബാല്യകാലം ദുഃഖകരവും പിന്നീട് സുഖകരവുമായിരിക്കും. അഷ്ടമാധിപൻ ശുഭനാണെങ്കിൽ ദീർഘായുസ്സുണ്ട്, പാപസ്ഥിതനായാൽ അല്പായുസ്സായിരിക്കും. 8ാം ഭാവാധിപതി 12-ൽ നിന്നാൽ കഠിന വാക്കു പറയുന്നവനായിരിക്കും, തസ്കരനായിരിക്കും, ഷാഠ്യം, ഹൃദയകാഠിന്യം, സ്വയം ഇച്ഛയ്ക്ക് ജീവിക്കുന്നവന്, അംഗവൈകല്യം ഉള്ളവരായിരിക്കും. മരണാനന്തരം ശരീരം കാകൻ അഥവാ കഴുകനൊക്കെ മുതലായ ജന്തുക്കൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. ഇതാണ് 8ാം ഭാവാധിപതി 12-ൽ നിന്നാലുള്ള ഫലങ്ങൾ. അടുത്ത എപ്പിസോഡിൽ പറയാൻ കുറച്ച് രുദ്രാക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട് രുദ്രാക്ഷത്തിൻ്റെ ഉത്പത്തിയും കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.